നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. മനോഹരമായ ഒരു നിമിഷമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സഭ, ജനങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ്, ആഗ്രഹങ്ങളല്ല ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് നാം പ്രാർത്ഥനയാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും സഭ ജനങ്ങളുടെ ഇടയിൽ ആവശ്യങ്ങൾ പ്രാർത്ഥനയാൽ നിറവേറ്റി കൊടുക്കുന്നു എന്ന് കാണുമ്പോൾ ജനങ്ങൾ എല്ലാവരും സഭയ്ക്ക് അല്ലെങ്കിൽ സഭയിൽ സഭയുടെ സത്യത്തിൽ അവർ വിശ്വസിക്കുകയും നമുക്ക് ദൈവത്തിൻ്റെ വചനം അവർക്ക് എത്തിക്കുവാനും കഴിയും. അപ്രകാരം ദൈവത്തിൻ്റെ വചനം എത്തിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുകയും കർത്താവായ യേശു ക്രിസ്തു വാനമേഘങ്ങളിൽ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുമ്പോൾ നാം ഒറ്റയ്ക്ക് മാത്രമല്ല, നാം പ്രാർത്ഥിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്ത ജനങ്ങളെയും കരം കോർത്ത് പിടിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ സാധിക്കും. ഈ ലോകം മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആശ്വാസം എവിടെ നിന്ന് ലഭിക്കും എന്നും അത് എപ്രകാരം ലഭിക്കും എന്നും അറിയാതെ അനേക ജനങ്ങൾ ഉണ്ട്. രോഗസൗഖ്യത്തിന് വേണ്ടി വാഞ്ചിക്കുന്ന അനേക ജനങ്ങൾ ഉണ്ട്. തൻ്റെ തെറ്റായ ചിന്തയിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും തന്നെ അടിമത്തത്തിൽ ആക്കി വച്ചിരിക്കുന്ന സ്വഭാവത്തിലും അല്ലെങ്കിൽ അവരുടെ മദ്യപാനത്തിലും മറ്റു മയക്കുമരുന്നിലും മൊബൈൽ ഫോണിലെ ഉപയോഗങ്ങളിൽ നിന്നും മാറുവാൻ, ഉപയോഗം എന്ന് പറയുമ്പോൾ തെറ്റായ ഉപയോഗങ്ങളിൽ നിന്നും മാറുവാൻ അനേക യൗവനക്കാർ ഇന്ന് അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സഹായത്തിന് വേണ്ടി നമ്മുടെ സഭയിലെ യൗവനക്കാർ, സഭയിലെ കുടുംബ അംഗങ്ങൾ, സഭയിലെ മുതിർന്ന വ്യക്തികൾ ഇപ്രകാരമുള്ള ജനങ്ങൾക്ക് വേണ്ടി, യൗവനക്കാർക്ക് വേണ്ടി, ആവശ്യക്കാർക്ക് വേണ്ടി നാം എന്ത് ചെയ്യുവാൻ സാധിക്കും എന്ന് മുന്നമേ ഉള്ള പ്രസംഗങ്ങളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ലോക അവസാനത്തോളം എല്ലാ നാളും നമ്മളോട് കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നാം ഇപ്രകാരം ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥനയാൽ നാം ആ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്ത് അവരെയും ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുന്നുണ്ടോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ആ ചോദ്യം നമ്മളുടെ ജീവിതത്തിലൂടെ നാം അത് ഉത്തരം കണ്ടെത്തേണ്ടതാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്ക് ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, സഭ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവ വേല പൂർത്തീകരിക്കണം എന്നൊരു വലിയ ദൗത്യവുമായി അടിയങ്ങൾ ദൈവമേ ദിനം പ്രതി ആയിരിക്കുമ്പോൾ, പിതാവേ, എപ്രകാരം നമ്മൾ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായി ഇറങ്ങിച്ചെല്ലണം എന്നതിനെക്കുറിച്ചുള്ള ഒരുക്കത്തെയും, ദൈവമേ എപ്രകാരം ഒരുങ്ങണം എന്നതിനെക്കുറിച്ചിട്ടുള്ള വചനത്തെയും ഇന്ന് പരിശുദ്ധാത്മ നിറവിനാൽ അടിയങ്ങൾ അങ്ങ് നിറയ്ക്കണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇവിടെ നാം നോക്കുമ്പോൾ സഭ ജനങ്ങളുടെ ഇടയിൽ ദൈവവേലയുമായി ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യമുണ്ട്. അതിനെപ്രകാരം നാം ഒരുങ്ങണം എന്നതിനെക്കുറിച്ച് നാം പഠിച്ചു വരികയാണ്. ഇവിടെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അനേക കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉണ്ട്.
അനേക കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കില്ല. എന്തിനാണ് ദൈവം ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാനിയേലിൻ്റെ പ്രവചനം 12-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അന്ത്യകാലത്തിൽ അനേക പേർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച്, തങ്ങളെ തന്നെ നിർമ്മലീകരിച്ച് ഈ വചനം അവർ തിരഞ്ഞു വരും. അതായത് ഈ കാര്യങ്ങളെല്ലാം നാം അന്ത്യകാലത്തിലുള്ള ദൂതുകൾ നാം പഠിക്കുമ്പോൾ ആദ്യം നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മ നിറവോടുകൂടി പഠിച്ചാൽ മാത്രമേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. അപ്രകാരം നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ വചനം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാനും നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങാം. ഇവിടെ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുകയാണ്. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് അവൾക്കൊരു സ്ഥലമുണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. സ്ത്രീ എന്ന് പറയുമ്പോൾ സഭ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നു. അവിടെ 1260 ദിവസം എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു വർഷം. അത് പ്രവചന രീതിയിലാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ 1260 വർഷം സഭ മരുഭൂമിയിൽ ആയിരിക്കും. ആ മരുഭൂമിയിൽ കർത്താവായ ദൈവം സഭയെ പോറ്റേണ്ടതിന് അവിടെ ഒരു സ്ഥലം അവിടെ ഒരു സ്ഥലം ഒരുക്കി എന്നതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ചരിത്രം പഠിക്കുമ്പോൾ AD 538 മുതൽ AD 1798 വരെയുള്ള കാലഘട്ടങ്ങൾ നാം പഠിക്കുമ്പോൾ അത് ഒരു അന്ധകാര കാലഘട്ടമെന്ന് പറയുവാൻ സാധിക്കും. അന്ധകാര കാലഘട്ടത്തെക്കുറിച്ച് നാം ചരിത്രത്തിൽ നോക്കുമ്പോൾ അനേക കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം അവിടെ അന്ധകാര കാലഘട്ടത്തെക്കുറിച്ച് വേറൊരു ചരിത്രത്തിൽ വേറൊരു ഭാഗത്ത് പറയുന്നത്, റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ അവിടെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്ന ഒരു കാലഘട്ടം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമം എടുത്ത് ഉപയോഗിക്കുന്ന വ്യക്തികൾ, ക്രിസ്തുവിൻ്റെ നാമം അവർ സ്വീകരിക്കുകയും ആ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുകയും ചെയ്യുന്ന ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, റോമ സാമ്രാജ്യം അവർ ക്രിസ്ത്യാനിത്വത്തിലേക്ക് വന്നു. ആ ക്രിസ്ത്യാനിത്വത്തിലേക്ക് വന്ന ശേഷം വീണ്ടും അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുകയാണ്. ക്രിസ്ത്യാനിത്തിൽ വന്നവർ എല്ലാവരും ക്രിസ്ത്യാനിത്തിലേക്ക് വരണം എന്നവർ ആഗ്രഹിച്ചു. അവരുടെ ഇടയിൽ എല്ലാ വിധമായിട്ടുള്ള ആരാധനകൾ, തെറ്റായ ആരാധനകൾ ഉണ്ടായിരുന്നു. അതിൽ സത്യ ആരാധന, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും മുറുകെ പിടിക്കുന്ന ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ഈ സമയത്ത് മരുഭൂമിയിലെ അവസ്ഥ പോലെ ആയിരുന്നു. എന്താണ് മരുഭൂമിയിലെ അവസ്ഥ? ഇവിടെ നാം അതേക്കുറിച്ച് മനസ്സിലാക്കണം. ആ ഒരു അവസ്ഥ നമുക്കും വേണം. എന്നാൽ മാത്രമേ ദൈവ വേലയുടെ ആ ഒരു സത്യത്തിലും ആത്മാവിലും നമുക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അല്ലെങ്കിൽ ദൈവ വേലയുടെ ആ ഒരു കാതലായ ഭാഗത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇവിടെ നാം നോക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ അനേക വ്യക്തികൾ യഥാർത്ഥ സമാധാനം എന്തെന്നവർക്കറിയില്ലായിരുന്നു. അവർക്ക് രോഗസൗഖ്യം മാറുവാനുള്ള ചികിത്സ ലഭിക്കുവാനുള്ള അനേക വഴികളുണ്ടായിരുന്നു. എന്നാൽ രോഗസൗഖ്യം ലഭിക്കുന്നില്ല. അവരുടെ രീതിയിലുള്ള ആരാധനകൾ എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ സമാധാനമില്ല. അവരുടെ ഇടയിൽ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയേറിയ
ആ ദൈവത്തിൻ്റെ വചനം ഈ കാലഘട്ടങ്ങളിൽ 1260 വർഷം AD 538 മുതൽ AD 1798 വരെയുള്ള കാലഘട്ടങ്ങളിൽ അവിടെ കൊല്ലും അല്ലെങ്കിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച വ്യക്തികൾ, അവരെ കൊന്നൊടുക്കുവാൻ നോക്കിക്കൊണ്ടിരുന്നവരുടെ ഇടയിൽ ധൈര്യത്തോടു കൂടി, വിശ്വാസത്തോടു കൂടി, പ്രത്യാശയോടു കൂടി ദൈവത്തിൻ്റെ വേല ചെയ്തു. എപ്രകാരം? മരുഭൂമിയിലുള്ള അനുഭവം അവർക്കുണ്ടായിരുന്നു. അവർ മരുഭൂമിയുടെ അനുഭവം ദൈവം അവർക്ക് നൽകി. എന്താണ് മരുഭൂമിയുടെ അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികർ ഇസ്രായേൽ മക്കൾ അവർ കനാൻ ദേശത്തേക്ക് പോകുന്ന ആ യാത്രക്കിടയിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടതിന് ശേഷം കനാൻ ദേശത്തേക്ക് പോകുന്ന യാത്രക്കിടയിൽ അവർ 40 വർഷത്തോളം മരുഭൂമിയിലായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ മരുഭൂമിയുടെ അവസ്ഥയെക്കുറിച്ച് നോക്കുമ്പോൾ ഇത്രയും ജനങ്ങൾക്ക് എത്ര ടൺ ആഹാരം വേണം? ആഹാരം അന്നുണ്ടാക്കണമെങ്കിൽ വിറക് വേണം, പിന്നെ അവർക്ക് കുടിക്കുവാനുള്ള വെള്ളം വേണം. ഇതെല്ലാം മരുഭൂമിയിൽ എപ്രകാരം കിട്ടുന്നു? എന്നാൽ ദൈവം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തു. കർത്താവായ യേശുക്രിസ്തു പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതേ ദൈവം തന്നെ ഇസ്രായേൽ മക്കളെ പോറ്റിപ്പുലർത്തിയ അതേ ദൈവം തന്നെ ഈ 1260 വർഷം AD 538 മുതൽ AD 1798 വരെയുള്ള കാലഘട്ടങ്ങളിൽ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധന്മാരുടെ ജനങ്ങളുടെ സുവിശേഷം കൊന്നൊടുക്കുവാൻ വേണ്ടി പിശാച് ശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർക്ക് മരുഭൂമിയിലുള്ള ഒരു അവസ്ഥ, ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ഒരു അനുഭവം, ആത്മീയ ഇസ്രായേലായ അവർക്ക് ആത്മീകമായിട്ടുള്ള മരുഭൂമിയിലെ അവസ്ഥ അവർക്ക് നൽകി. എന്തുകൊണ്ട് അപ്രകാരം പറയുന്നു എന്ന് പറഞ്ഞാൽ, അവർ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്നല്ല, ലോകത്തിൽ നിന്നും മാറി അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ജീവിത ശൈലിയിലും അവരുടെ ആവശ്യങ്ങൾ എപ്രകാരം നിറവേറ്റി പോകുന്നു എന്ന് അവർക്ക് തന്നെ അതിശയമായിപ്പോയി. ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ വേണ്ടി പുറപ്പെട്ടു പോയപ്പോൾ അവരുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റുകയും മരുഭൂമിയിൽ അവരെ ആക്കുകയും ചെയ്തു. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലാക്കിയപ്പോൾ ഓരോ ദിവസവും അവരെ ശോധന ചെയ്ത് അവർ തന്നെ ഓരോ ദിവസവും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തന്നെ ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവർ കഴുകനെ പോലെ അവരുടെ വിശ്വാസം പുതുകി വന്നു. അതേപോലെ മരുഭൂമിയിലെ അവസ്ഥ ഇവിടെ ഈ പൂർവികന്മാർക്ക് ഉണ്ടായിരുന്നു. 1260 വർഷം അവർ മരുഭൂമിയുടെ അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വചനം അവർ പഠിക്കുകയും ഈ ലോകത്തിൽ നിന്നും മാറി ലോകത്തിലെ എല്ലാ ടീച്ചിങ്സ് അല്ലെങ്കിൽ പഠിപ്പിക്കലിൽ നിന്നും മാറി അവർ ദൈവത്തിൻ്റെ സത്യവചനം മുറുകെ പിടിച്ചപ്പോൾ അവർക്ക് മരുഭൂമിയ അവസ്ഥയായിരുന്നു. ലോകത്തിൽ നിന്നുമുള്ള ഒരു സഹായമോ ലോകത്തിൽ നിന്നുമുള്ള ഒരു സപ്പോർട്ടുമോ അവർക്ക് ലഭിച്ചിട്ടില്ല. അപ്രകാരം അവർ വളരെ കഷ്ടപ്പെട്ടു എന്ന് കാണുവാൻ നമുക്ക് സാധിച്ചില്ല. കാരണം അവർ ലോകത്തിൽ നിന്നും മാറി അവർ ജീവിച്ചപ്പോൾ അവർ കഷ്ടപ്പെടാതെ തന്നെ അവരുടെ കഷ്ടം അവർക്ക് ലഘുവായിട്ട് തോന്നി. കാരണം മരുഭൂമിയുടെ അവസ്ഥയിൽ അവരെ വഴി നടത്തിയത് സൃഷ്ടാവായിരുന്നു. ആമേൻ. അവർ അപ്രകാരം ആ ഒരു അവസ്ഥയിൽ പ്രാർത്ഥിച്ചും ഉപവാസമെടുത്തും ദൈവത്തിൻ്റെ വചനം അവർ പഠിച്ചും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ജനങ്ങൾക്ക്, കർത്താവായ യേശുക്രിസ്തു ജനങ്ങൾക്ക് തരും എന്ന് പറഞ്ഞ വാഗ്ദത്തം, പരിശുദ്ധാത്മാവുന്ന വാഗ്ദത്തം അവർ നേടിയെടുത്തും ആ പരിശുദ്ധാത്മാവിനെ അവർ നേടിയെടുത്ത് ദൈവത്തിൽ നിന്നുള്ള അധികാരം
എന്തിൻ്റെ മേലുള്ള അധികാരം? ദുർഭൂതങ്ങളുടെ, അശുദ്ധാത്മാവിനെ ഒഴിക്കുവാൻ, മാറ്റുവാനുള്ള അധികാരം, രോഗത്തിന് രോഗസൗഖ്യം കൊടുക്കുവാനുള്ള അധികാരം, അതേപോലെ തന്നെ ആത്മീയമായി മരിക്കുന്നവരെ, മരിച്ചു കിടക്കുന്നവരെ അവർക്ക് ജീവൻ കൊടുക്കുവാനുള്ള അധികാരം, അങ്ങനെ സകല വ്യാധിമേലും ഉള്ള അധികാരം അവർക്ക് ലഭിച്ചു. വ്യാധിയെ മാറ്റുവാനുള്ള അധികാരം ലഭിച്ചു. അത് ജനങ്ങളുടെ ഇടയിൽ സുഖകരമായിട്ട് ജീവിച്ചിട്ടല്ല. മരുഭൂമിയുടെ അവസ്ഥയുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം വേണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് എവരുടെ മനസ്സിൽ തോന്നും അവിടെ എത്തണമെന്ന്. എന്നാൽ എവരെവിടെയായിരിക്കും? ഏതെങ്കിലും പാറയുടെ ഇടയിലോ കാട്ടിലോ ഒരു സാഹചര്യമില്ലാത്ത അവസ്ഥയിൽ അവർ ആയിരിക്കും. അവിടെ ദൈവം അവരെ വഴി നടത്തി. ജനങ്ങൾ ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആരാണ് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയും ഒരു നേരത്തെ ആരെങ്കിലും വന്നൊരു ആശ്വാസവചനം പറയണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഈ വ്യക്തികൾ, ഈ വിശുദ്ധന്മാർ അവരുടെ ഇടയിൽ ചെന്ന് ദൈവത്തിൻ്റെ വേല ചെയ്തു. മരുഭൂമിയ അവസ്ഥ ജനങ്ങൾക്ക് അവിടെ, ആ വിശുദ്ധന്മാർക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അതേ അവസ്ഥ നമുക്കും വേണം. ഇന്ന് അതേ അവസ്ഥ നമുക്കും വേണം. കാരണം ഈജിപ്തിൽ നിന്നുള്ള ഒന്നും എനിക്ക് വേണ്ട. ഞാൻ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ പോകുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴി നടത്തിപ്പിൻ പ്രകാരം ഞാൻ ജീവിക്കുവാൻ പോകുന്നു എന്ന് തീരുമാനം എടുത്ത സമയത്ത് ഇസ്രായേൽ മക്കൾ ചെന്നെത്തിയത് മരുഭൂമിയിലായിരുന്നു. നമ്മൾ വേറൊരിടത്ത് ഇപ്പോൾ ഇതിൽ പറയുന്നത് ദൈവവേല ചെയ്യുവാൻ ഉടനെ തന്നെ നമ്മുടെ വസ്തുക്കളിലെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് നാം കാട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ നാം മലകളിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇതെല്ലാം വിറ്റെറിഞ്ഞുകൊണ്ട് നാം ഒരു സാഹചര്യമില്ലാത്ത സ്ഥലത്ത് പോയി താമസിക്കണം എന്നല്ല ഇവിടെ പറയുന്നത്. ലോകത്തിൽ നിന്നും മാറുക, ലോകത്തിൽ ജീവിക്കുക, ലോകക്കാരെ പോലെ ആകരുത്. ലോകത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരവസ്ഥ. ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതമല്ല, ദൈവത്തിൻ്റെ വചനപ്രകാരം ഞാൻ ജീവിക്കണം. ദൈവത്തിൻ്റെ വേല എനിക്ക് ചെയ്യണം. എൻ്റെ കൺമുൻപിൽ തന്നെ ജനങ്ങൾ ദൈവത്തിൻ്റെ വചനം അറിയാതെ, ദൈവത്തിൻ്റെ സത്യം അറിയാതെ, യഥാർത്ഥ സുവിശേഷം അറിയാതെ, യഥാർത്ഥ സത്യ സ്വഭാവം അറിയാതെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കും, അല്ലെങ്കിൽ എന്നിലൂടെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം കാത്തിരിക്കുകയാണ്. അപ്രകാരം ദൈവം ചെയ്യുവാൻ കാത്തിരിക്കുമ്പോൾ നമ്മളെ തന്നെ അതിനുവേണ്ടി ഒരുക്കിയില്ല അവരുടെ രക്തം നമ്മളുടെ തലമേൽ നിൽക്കും. അതുകൊണ്ട് നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു സമയം വരുമ്പോൾ മരുഭൂമി അവസ്ഥയായിരിക്കും. കാരണം ഇതുവരെയും ലോകത്തിൽ ജീവിച്ചു ലോകത്തിൻ്റെ സുഖങ്ങളെല്ലാം നാം ഏന്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് ക്രൂശ് എടുക്കുക. ഇതിനു മുൻപ് ഉള്ള പ്രസംഗത്തിൽ ഈ വാക്യം വളരെ വ്യക്തമായിട്ട് വിവരിച്ചു. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ല. അപ്രകാരം തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുക്കുന്ന ഒരവസ്ഥയാണ് മരുഭൂമിയ അവസ്ഥ. ഈ മരുഭൂമിയ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഇന്ന് കർത്താവായ യേശുക്രിസ്തു ചോദിക്കുകയാണ്, മരുഭൂമിയ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? അപ്രകാരം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും 1260 വർഷം AD 538 മുതൽ AD 1798 കാലഘട്ടങ്ങളിൽ മരുഭൂമിയ അവസ്ഥയിലായിരുന്ന ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയുള്ള വ്യക്തികൾ, വിശുദ്ധന്മാർ, ദൈവവേല ചെയ്യുന്നതിൻ്റെ ശക്തി നമുക്കും ഉണ്ടായിരിക്കും. ഒരു മരുഭൂമി അവസ്ഥ ഇന്ന് സഭയ്ക്ക് ആവശ്യമുണ്ട്. മറ്റെല്ലാ സഭകളും
ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവവേലയും ദൈവത്തിൻ്റെ സത്യവചനവും ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാനുള്ള ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ, ഒരു ഉപവാസ പ്രാർത്ഥനയും കൂട്ടായ്മയും ശബദ് കഴിഞ്ഞിട്ട് മറ്റുള്ള ദിവസങ്ങളിലും വെച്ച് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നമ്മളെ തന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ ലോകത്തിൽ മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെയല്ല, അവർ ജീവിക്കുന്നത് പോലെയല്ല, നാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ട് അത് ജനങ്ങളുടെ ഇടയിൽ സാക്ഷീകരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനുവേണ്ടി ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സഭയും കുടുംബവും മരുഭൂമിയുടെ അവസ്ഥയിൽ ആയിരിക്കും. അങ്ങനെ ആയിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലഭിക്കും. അവർക്ക് ക്രിസ്തു അധികാരം കൊടുക്കും. നീ ഇറങ്ങിച്ചെല്ല്, നിന്റെ അയൽക്കാരൻ ഇതാ രോഗാവസ്ഥയിൽ മരിക്കുവാൻ പോകുന്നു, അവിടെ ചെന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും. നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ രോഗസൗഖ്യം നിശ്ചയമായിട്ട് നൽകും. അതിനുശേഷം ദൈവത്തിൻ്റെ വചനം നിൻ്റെ ജീവിത സാക്ഷ്യത്തിലൂടെയും നിൻ്റെ വാക്കിലൂടെയും അവന് പറഞ്ഞു കൊടുക്കുക. അവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനാകും. സഭയിൽ അന്ത്യനാളിൽ സഭയിൽ ഒരൊഴുക്ക് അങ്ങോട്ടും ഒരൊഴുക്ക് ഇങ്ങോട്ടും ഉണ്ടാകുമെന്ന് പറയുന്നു. സത്യസഭയിൽ ദൈവം ഒരുങ്ങാത്തവരെ വായിൽ നിന്നും ഉമിഴ്ന്നു കളയുവാൻ പോകുകയാണ്. ഇതാണ് സുവർണ അവസരം. ഒരുങ്ങുവാൻ വേറെ മരുഭൂമി അവസ്ഥയെന്ന് പറയുന്നത് പ്രാർത്ഥനയാൽ മുഴുകിയിരിക്കുക, ദൈവത്തിൻ്റെ വചനം പഠിക്കുക. അപ്പോൾ മരുഭൂമി അവസ്ഥ നമ്മൾ മനസ്സിലാക്കും. കാരണം നമ്മൾ ജീവിക്കുന്നത് മരുഭൂമി അവസ്ഥയിലായിരിക്കുമെന്ന് മനസ്സിലാക്കും. ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഖങ്ങളെല്ലാം ഒരു പാപത്തിലേക്ക് നയിക്കുന്നു എന്നും നമുക്ക് സ്വർഗത്തിൽ നിന്നുമുള്ള ആ ഒരു അനുഭവം, സ്വർഗീയ അനുഭവം വേണമെങ്കിൽ ഈ ലോകത്തിൽ മരുഭൂമി അവസ്ഥയായിരിക്കും എന്നും നാം മനസ്സിലാക്കും. അപ്രകാരം മനസ്സിലാക്കി ദൈവത്തോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ നേടിക്കൊണ്ട് നാം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇതാ മരുഭൂമിയിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു എന്ന് യോഹന്നാൻ്റെ സ്നാപക യോഹന്നാൻ്റെ ശബ്ദത്തെക്കുറിച്ച് അവിടെ പ്രവചിച്ചു. അതേ ശബ്ദം മരുഭൂമിയിൽ, അല്ലെങ്കിൽ അവർ പറയും ഇത്രയും കഷ്ടവും ദുഃഖവും പ്രയാസവും നെരുങ്ങിയ ലളിതകരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഇവൾക്ക് ഇത്രയും അധികാരമുണ്ടായിരുന്നു, ഇത്രയും ദൈവിക ശക്തി ഉണ്ടായിരുന്നു എന്ന് നാം അറിയുന്നു. ഈ ലോകത്തിൻ്റെ ജീവിതമല്ല, ഇപ്രകാരമുള്ളൊരു ലളിത ക്രിസ്തീയ ജീവിതമാണ് നമുക്കാവശ്യമെന്ന് പറഞ്ഞ് ജനങ്ങൾ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടും. അതിന് നമ്മുടെ പ്രദേശത്ത് ഒരു വ്യക്തി മതി, ഒരു കുടുംബം മതി. ആ കുടുംബം ഞാനാണ്, ആ കുടുംബം നിങ്ങളാണ്. ഒരുങ്ങുക. മരുഭൂമിയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അനേക വ്യക്തികളെ നമുക്ക് സ്വർഗത്തിലേക്ക് ആദായപ്പെടുത്തുവാൻ സാധിക്കും. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, മരുഭൂമിയ അവസ്ഥ, ദൈവത്തിലേക്ക് അടുക്കുന്ന, നമ്മളെ തന്നെ ശോധന ചെയ്യുന്ന ആ ഒരവസ്ഥ നമുക്ക് വരുവാനും ദൈവത്തിൻ്റെ വചനം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാനും അങ്ങ് അടിയങ്ങളെ സഹായിക്കണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.